Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. Efforts on going to silence Congress. Efforts, പരിശ്രമങ്ങൾ, ശ്രമങ്ങൾ. ഓൺഗോയിങ് എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. ടു സൈലൻസ് കോൺഗ്രസ്. സൈലൻസ് എന്നാൽ നിശബ്ദമാക്കുക എന്നുള്ള അർത്ഥമാണ്, മിണ്ടാതെയാക്കുക. കോൺഗ്രസിനെ നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വടകര MP ഷാഫി ഷീൽഡ്സ്. ഷീൽഡ് എന്നാൽ ഇവിടെ സംരക്ഷിക്കുക, രക്ഷിക്കുക, മറയ്ക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അഭയം നൽകുക. വടകര MP ഷാഫി ഷീൽഡ്സ് രാഹുൽ മാങ്കൂട്ടത്തിൽ. വടകര MP ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നു. അമിസ്റ്റ് കോൺട്രവേഴ്സി. അമിറ്റ്സ് എന്നാൽ അതിനിടയിൽ എന്നുള്ള അർത്ഥമാണ്. കോൺട്രവേഴ്സി എന്നാൽ വിവാദം. വിവാദത്തിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വടകര MP ആയിട്ടുള്ള ഷാഫി സംരക്ഷിക്കുന്നു. കോൺഗ്രസിനെ നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് തലക്കെട്ട്. തീർച്ചയായും ഈ വാർത്തയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. വടകര MP ഷാഫി പറമ്പിൽ ഫേസ്ഡ് ദ മീഡിയ ഫോർ ദ ഫസ്റ്റ് ടൈം. ഫേസ് എന്നാൽ ഇവിടെ അർത്ഥം അഭിമുഖീകരിക്കുക എന്നുള്ള അർത്ഥമാണ്. ആദ്യമായിട്ട് വടകര MP ഷാഫി മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചു. സിൻസ് എന്നാൽ അത് മുതൽ തൊട്ട് എന്നുള്ള അർത്ഥമാണ്. ദി എഗ്രീജിയസ് കോൺട്രവേഴ്സി. ഇഗ്രീജിയസ് എന്നാൽ അങ്ങേയറ്റം മോശമായ എന്നുള്ള അർത്ഥമാണ്, അത്യന്തമായ. കോൺട്രവേഴ്സി എന്നാൽ വിവാദം. അത്യന്തം മോശമായ, അങ്ങേയറ്റം മോശമായ വിവാദം. ആ വിവാദത്തിന് ശേഷം സറൗണ്ടിങ് ഹിസ് ബെസ്റ്റ് പാൾ. പാൾ എന്നാൽ അർത്ഥം സുഹൃത്ത് എന്നുള്ള അർത്ഥമാണ്, സ്നേഹിതൻ. ബെസ്റ്റ് പാൾ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. സറൗണ്ടിങ് എന്നാൽ ചുറ്റിപ്പറ്റി, അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി. രാഹുൽ മാങ്കൂട്ടത്തിനെ ചുറ്റിപ്പറ്റി, അദ്ദേഹത്തിൻ്റെ ഷാഫിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ ചുറ്റിപ്പറ്റി വളരെ മോശമായിട്ടുള്ള വിവാദങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുക. അതിനുശേഷം ആദ്യമായിട്ട് ഷാഫി മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചു, അവരോട് സംസാരിച്ചു. ഷാഫി പറമ്പിൽ പറയുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. രാഹുൽ കാണിച്ചു മോറൽ സ്ക്രപ്പിൾ എന്നാൽ അർത്ഥം ധാർമ്മിക സംശയം എന്നുള്ള അർത്ഥമാണ്. ധാർമ്മിക മനസ്സാക്ഷി. ഒരാൾ തെറ്റായ കാര്യം ചെയ്യുമ്പോൾ അത് തെറ്റല്ലേ എന്ന് മനസ്സിൽ തോന്നുന്ന ധാർമ്മിക തടസ്സം, അതാണ് അർത്ഥം. ടു റിസൈൻ എന്നാൽ രാജിവയ്ക്കുക. ഫ്രം ദ പോസ്റ്റ് എന്നാൽ സ്ഥാനം എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്നും അദ്ദേഹം രാജിവയ്ക്കാൻ. ആഫ്റ്റർ ദി അലഗേഷൻ എന്നാൽ ആരോപണങ്ങൾക്ക് ശേഷം എന്നുള്ള അർത്ഥമാണ്, ആരോപണങ്ങളെ തുടർന്ന്. പോപ്പപ്പ് എന്നാൽ പൊന്തി വരിക എന്നുള്ള അർത്ഥമാണ്, ആവിർഭവിക്കുക. ആരോപണങ്ങൾ ഉയർന്നപ്പോൾ, ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ധാർമ്മിക മനസ്സാക്ഷി പ്രകടിപ്പിച്ച് അദ്ദേഹം ആ പദവി രാജിവച്ചു. പോസ്റ്റ് എന്നാൽ സ്ഥാനം, പദവി. മോറൽ സ്ക്രപ്പിൾ എന്നാൽ ധാർമ്മിക മനസ്സാക്ഷി. സ്റ്റിൽ എന്നിട്ടും. മെനി ആർ ഈഗർ ടു ടീച്ച് കോൺഗ്രസ് ലെസൺസ് എബൌട്ട് പൊളിറ്റിക്കൽ ഈത്തോസ് എന്നാൽ അർത്ഥം രാഷ്ട്രീയ ചിന്താഗതിയും മൂല്യങ്ങളും, രാഷ്ട്രീയ ധാർമ്മികത, ഇതാണ് അർത്ഥം. രാഷ്ട്രീയ ധാർമ്മികത. ഈത്തോസ് എന്നാൽ ധർമ്മചിന്ത. ഈഗർ എന്നാൽ താല്പര്യമുള്ള എന്നുള്ള അർത്ഥമാണ്, വ്യഗ്രതയുള്ള. ടു ടീച്ച് എന്നാൽ പഠിപ്പിക്കാൻ. സ്റ്റിൽ എന്നിട്ടും. മെനി ആർ ഈഗർ ടു ടീച്ച് കോൺഗ്രസ് ലെസൺസ് എബൌട്ട് പൊളിറ്റിക്കൽ ഈത്തോസ്. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവച്ചിട്ടും ഒരുപാട് ആളുകൾ കോൺഗ്രസ്സിനെ രാഷ്ട്രീയമായിട്ടുള്ള മൂല്യങ്ങൾ പഠിപ്പിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിന് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഈസ് ഫേസിങ് ജസ്റ്റ് അലഗേഷൻസ് എന്നാൽ വെച്ചാൽ ആരോപണങ്ങൾ. ഫേസ് എന്നാൽ നേരിടുക. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണങ്ങൾ മാത്രമാണ് അദ്ദേഹം നേരിടുന്നത്. എന്നാൽ
നോട്ട് എനി FIR ഓർ ലീഗൽ കംപ്ലൈൻറ്റ്. നിയമാനുസൃതമായിട്ടുള്ള ഒരു പരാതിയോ ഒരു FIRോ ഇതുവരെ എടുത്തിട്ടില്ല. അത് അദ്ദേഹം നേരിടുന്നില്ല. കേവലം ആരോപണങ്ങൾ മാത്രമാണ് അദ്ദേഹം നേരിടുന്നത്. ദ പ്രൊപ്പഗാൻഡ ദാറ്റ് ഐ റാൻ അവേ ആഫ്റ്റർ ദ കോൺട്രവേഴ്സി ഇറപ്റ്റഡ് ഈസ് ഫോൾസ്. ദ പ്രൊപ്പഗാൻഡ എന്നാൽ പ്രചാരണം എന്നുള്ള അർത്ഥമാണ്. പ്രചരിപ്പിക്കുന്ന കാര്യം, പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യം അതാണ്. ഐ റാൻ അവേ, ഞാൻ ഓടിപ്പോയി എന്നുള്ളതാണ്. ആഫ്റ്റർ, അതിനെ തുടർന്ന്, അതിനുശേഷം ദ കോൺട്രവേഴ്സി ഇറപ്റ്റഡ് ഈസ് ഫോൾസ്. ഇറപ്റ്റഡ് എന്നാൽ ഉത്ഭവിച്ചതിന് ശേഷം. ഈ ആരോപണം, ഈ വിവാദം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയിട്ടുള്ള വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം അതിനെ തുടർന്ന് ഞാൻ ഓടിപ്പോയി എന്നാണ് പ്രചാരണം. അത് എന്താണ്? ഈസ് ഫോൾസ്. ഫോൾസ് എന്നാൽ തെറ്റായത് എന്നുള്ള അർത്ഥം. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഐ ഡോണ്ട് നീഡ് ടു ഡു ദാറ്റ്, എനിക്ക് അത് ചെയ്യേണ്ടതില്ല. എഫേർട്സ് ആർ ഓൺ ഗോയിങ്, കാര്യങ്ങൾ, പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടു സൈലൻസ്, നിശബ്ദമാക്കാൻ. ടു സൈലൻസ് കോൺഗ്രസ് ഓവർ ദി ഇഷ്യൂ. ഈ കാര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിനെ നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വിൽ നോട്ട് ബെയർ ഫ്രൂട്ട്. ഇതിനർത്ഥം അത് വിജയം കാണില്ല എന്നുള്ള അർത്ഥം. ആ ശ്രമങ്ങൾ, കോൺഗ്രസിനെ ഈ പ്രശ്നം എടുത്തുകൊണ്ട് കോൺഗ്രസിനെ നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങൾ, അതെന്താണ്? ഇറ്റ് വിൽ നോട്ട് ബെയർ ഫ്രൂട്ട്. അത് ഫലം ചെയ്യില്ല, അതുകൊണ്ട് കാര്യമുണ്ടാകില്ല, ഒന്നും തന്നെ സംഭവിക്കുകയില്ല. അതാണ് അർത്ഥം. വാട്ട് ക്വാളിറ്റി ഓർ റൈറ്റ് ഡസ് CPM ഓർ BJP ഹാവ് ടു ആസ്ക് ഫോർ രാഹുൽസ് റെസിഗ്നേഷൻ? റെസിഗ്നേഷൻ എന്നാൽ രാജിവയ്ക്കൽ എന്നുള്ള അർത്ഥമാണ്. വാട്ട് ക്വാളിറ്റി ഓർ റൈറ്റ്, എന്ത് ഗുണമേന്മ അല്ലെങ്കിൽ എന്ത് അവകാശം ഡസ് CPM ഓർ BJP ഹാവ്, BJPക്ക് അല്ലെങ്കിൽ CPMന് എന്ത് അവകാശം അല്ലെങ്കിൽ എന്ത് ഗുണമേന്മയാണുള്ളത്? ടു ആസ്ക്, ആവശ്യപ്പെടാൻ. ഇവിടെ ആസ്ക് എന്നാൽ ആവശ്യപ്പെടുക എന്നുള്ള അർത്ഥം. ടു ആസ്ക് ഫോർ രാഹുൽസ് റെസിഗ്നേഷൻ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെടാൻ എന്ത് ഗുണമേന്മ അല്ലെങ്കിൽ എന്ത് അവകാശമാണ് CPMന് അല്ലെങ്കിൽ BJPക്ക് ഉള്ളത് എന്നാണ് ഷാഫി പറമ്പിൽ ചോദിക്കുന്നത്. ഇറ്റ് ഈസ് ഔട്ട്റേജസ്. ഔട്ട്റേജസ് എന്നാൽ അതിക്രമമായ, മര്യാദ ലംഘനമായ, അരോചകമായ ഇതൊക്കെയാണ് അർത്ഥം. ഇറ്റ് ഈസ് ഔട്ട്റേജസ് ഫോർ CPM സ്റ്റേറ്റ് സെക്രട്ടറി ME ഗോവിന്ദൻ ടു ഗിവ് ലെസൺസ് ടു കോൺഗ്രസ് ഓൺ മൊറാലിറ്റി. മൊറാലിറ്റി എന്നാൽ ധർമ്മനീതി, സദാചാരം, ഇതൊക്കെയാണ് അർത്ഥം. മറ്റൊരർത്ഥം സ്വഭാവശുദ്ധി, ഇതാണ് അർത്ഥം. ടു ഗിവ് ലെസൺസ് എന്നാൽ പാഠങ്ങൾ നൽകാൻ എന്നുള്ള അർത്ഥമാണ്, പാഠം പഠിപ്പിക്കാൻ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് കോൺഗ്രസ്സിന് ധാർമ്മികത പഠിപ്പിക്കുന്നത് അത് വളരെ അസംബന്ധമാണ്. അദ്ദേഹത്തിന് എന്ത് സ്വഭാവശുദ്ധിയാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഔട്ട്റേജസ് എന്നാൽ അത്യന്തം അസംബന്ധം എന്നുള്ള അർത്ഥം, അംഗീകരിക്കാൻ പറ്റാത്ത, സ്വീകരിക്കാൻ പറ്റാത്ത. മൊറാലിറ്റി എന്നാൽ ധാർമ്മികത. കോൺഗ്രസ്സിന് ധാർമ്മികതയെക്കുറിച്ച് പാഠം പഠിപ്പിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ശ്രമിക്കുന്നത് അത്യന്തം അസംബന്ധമാണ്. ഡിസ്പൈറ്റ് എന്നാൽ എന്നിട്ട് പോലും എന്നുള്ള അർത്ഥം. ഡിസ്പൈറ്റ് എ പോലീസ് കേസ് ആൻഡ് എ ചാർജ് ഷീറ്റ് എന്നാൽ കുറ്റപത്രം. ഡിസ്പൈറ്റ് എ പോലീസ് കേസ് ആൻഡ് എ ചാർജ് ഷീറ്റ് എ CPM MLA ഈസ് കണ്ടിന്യൂയിങ് ഇൻ ഓഫീസ് ആൻഡ് ഈസ് പാർട്ട് ഓഫ് ദി ഗവൺമെൻറ്. ഒരു കുറ്റപത്രം ഉണ്ടായിട്ടും, ഒരു പോലീസ് കേസും കുറ്റപത്രവും ഉണ്ടായിട്ട് പോലും ഒരു CPM MLA ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ഓഫീസിൽ തുടരുന്നു. BJP ഈസ് ദ പാർട്ടി, BJP എന്നുള്ള പാർട്ടി ദാറ്റ് മെയ്ഡ് ദി അക്യൂസ്ഡ് ഇൻ ദ പോക്സോ കേസ് എ മെമ്പർ ഓഫ് ദ പാർലമെൻറ്റ് ബോർഡ്. BJP പാർട്ടിയിലെ ഒരു വ്യക്തി പോക്സോ കേസിൽ പ്രതിയാണ്. ആ വ്യക്തി പാർലമെൻറ്റ് ബോർഡ് അംഗമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. കണ്ടിന്യൂയിങ് ഇൻ ഓഫീസ് എന്നാൽ പദവിയിൽ തുടരുന്നു എന്നുള്ള അർത്ഥമാണ്. പാർട്ട് ഓഫ് ദ ഗവൺമെൻറ് എന്നാൽ സർക്കാരിൻ്റെ ഭാഗം. അക്യൂസ്ഡ് ഇൻ ദ പോക്സോ കേസ് എന്നാൽ പോക്സോ കേസിലെ പ്രതി. ഇവിടെ ഷാഫി പറമ്പിൽ പറയുന്നത് പോലീസ് കേസ്, കുറ്റപത്രം എന്നിവ ഉണ്ടായിട്ടും CPM MLA പദവിയിൽ തുടരുന്നു. അതേസമയം BJPയിലെ
പോക്സോ കേസിലെ പ്രതിയെ പാർലമെൻറ്റ് അംഗമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നു. വാട്ട് മോറൽ റൈറ്റ് ഡസ് BJP ഹാവ് ടു ഡിമാൻഡ് ദ റെസിഗ്നേഷൻ ഓഫ് എൻ MLA ഹിയർ? മോറൽ റൈറ്റ് എന്നാൽ ധാർമ്മിക അവകാശം, നീതിപൂർവമായ അവകാശം. ഡിമാൻഡ് എന്നാൽ ആവശ്യപ്പെടുക എന്നുള്ള അർത്ഥമാണ്. ഡിമാൻഡ് ദ റെസിഗ്നേഷൻ എന്നാൽ രാജി ആവശ്യപ്പെടുക. BJPക്ക് എന്ത് ധാർമ്മികമായിട്ടുള്ള അവകാശമാണ് ഉള്ളത്? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു MLAയുടെ രാജി ആവശ്യപ്പെടാൻ BJPക്ക് എന്ത് ധാർമ്മികമായിട്ടുള്ള അവകാശമാണ് ഉള്ളത് എന്നാണ് ഷാഫി പറമ്പിൽ ചോദിക്കുന്നത്.